ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്ന് റബീഉൽ 12 അല്ലേ? എല്ലായിടത്തും ആഘോഷങ്ങൾ തന്നെ ആയിരിക്കും. അപ്പം നമ്മളിവിടെ ഇന്ന് ആണ് കേട്ടോ. അപ്പം നമ്മളിവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ മലപ്പുറത്താണ്. ഇവിടെ എല്ലാ വർഷവും 12 തന്നെയാണ് കേട്ടോ. അപ്പം നമ്മളെ പടിക്ക വെച്ച് പായസം കൊടുക്കലുണ്ട്. അത് നമ്മൾ പെരക്കാർ മാത്രമല്ല, എല്ലാവരും കൂടിങ്ങാണ്ട് പൈസ പിരിച്ചും. പക്ഷേ പൈസ പിരിച്ചതിൻ്റെ മുമ്പ് നമ്മൾ സാധനമൊക്കെ വാങ്ങി അത് ബില്ലാക്കി ആ ബില്ല് എല്ലാവരും കൂടി എത്ര ഉണ്ട് നോക്കിയാണ് അങ്ങനെ ഷെയർ ചെയ്തെടുക്കലാട്ടോ. അപ്പം അങ്ങനെ പായസം വെപ്പാണ്. രാത്രി നേരം വെളുക്കാൻ സമയമാകുമ്പോഴത്തേന് ഇത് ചൂടാറണമല്ലോ. 8 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഇവിടെ പിന്നെ റാലി എത്തും. അപ്പത്തിന് പായസം റെഡി ആവണം. ചൂടും കുറച്ചൊക്കെ ആറണം, കാരണം ചെറിയ കുട്ടികളല്ലേ. അപ്പം അതിനൊക്കെ അനുസരിച്ച് നമ്മൾ നേരത്തെ തന്നെ പരിപാടി തുടങ്ങണം കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ രാത്രി തന്നെയാണ് കേട്ടോ. അപ്പം അതിന് 15 കിലോ ശർക്കരയും പിന്നെ 4.5 കിലോ അരിയും 4 കിലോ പരിപ്പും ഒക്കെ വെച്ച് കൂട്ടിങ്ങാണ്ടാട്ടോ. പിന്നെ 5 ലിറ്റർ പാല്, പിന്നെ തേങ്ങാപ്പാൽ, ഇതൊക്കെ ഒഴിച്ചങ്ങാണ്ട് അങ്ങനെയുണ്ടോ പായസം വെക്കണത്. അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ. ഇതന്നെയാണ് ഇവിടെ കൊല്ലം കൊടുക്കാറ്. പക്ഷേ ഞാനുണ്ടാവില്ല. 8 വർഷത്തിന് ശേഷം ഇപ്പോൾ ഈ ഒരു വർഷം അൽഹംദുലില്ലാ കുറേ കാലത്തിന് ശേഷം റബീഉൽ പരിപാടിയിൽ വീണ്ടും പങ്കെടുത്തിക്കാണ് കേട്ടോ. നല്ല സന്തോഷമുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ ശർക്കരയൊക്കെ ഉരുക്കി പിന്നെ അരിയൊക്കെ മറ്റേ അടുപ്പിൽ വെന്തും കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം പായസത്തിനില്ലേ ശർക്കര ഉരുക്കണം, പിന്നെ പാല് കാച്ചണം, തേങ്ങ ചിരവി എല്ലാവരും കൂടി ഇവിടെ ചുറ്റുഭാഗമല്ലോ എല്ലാവരും സഹകരിച്ചു കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ എല്ലാവരും വീട്ടിൽ നിന്നും ചിരകി കൊണ്ടുവന്നിരും. നമ്മളത് പിഴിഞ്ഞുങ്ങാണ്ട് പാലെടുത്ത് അതും കൂടി ഇതിൽ ഒഴിച്ചു കൊടുത്ത് അങ്ങനെയൊക്കെയാണ് കേട്ടോ. നല്ല സഹകരണമാണ് ഞങ്ങൾ അരിമണിക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എന്തൊരു സംഭവത്തിലാണെങ്കിലും ഒക്കെ ഒത്തൊരുമയാണ് കേട്ടോ. അത് വലിയ എന്തെങ്കിലും ആണെങ്കിൽ അതിലും എല്ലാവരും ഒത്തുകൂടും. പിന്നെ ചെറിയ സംഭവങ്ങളാണെങ്കിൽ അതിലും എല്ലാവരും ഒത്തുകൂടും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. പണ്ടേ അങ്ങനെയുള്ളൊരു നാടാണ്. നമ്മുടെ നാടിനെ പുകഴ്ത്തി പറയാമെന്ന് വിചാരിക്കണ്ട, അങ്ങനെയാണ് കേട്ടോ. അപ്പം അങ്ങനെ പായസമൊക്കെ റെഡിയായി. ഞങ്ങൾ പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് ഇച്ചിരി ഇങ്ങനെ അങ്ങോട്ട് നേരെ മുമ്പിലല്ല റോഡ്. അപ്പോൾ ഒന്നിങ്ങോട്ട് ഇറങ്ങാനുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കൊടുന്ന് അവിടുത്തെ ഒരു വീട്ടിൻ്റെ മുറ്റത്താണ് ഇത് വെക്കുക കേട്ടോ. ഇതിലാണ് റാലി പോവുക. അപ്പോൾ അവിടെ ഞങ്ങൾ പായസമൊക്കെ എല്ലാവരും ഗ്ലാസ്സിലൊഴിച്ച് റാലിൻ്റെ സൗണ്ട് അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പം വേഗം പായസമൊക്കെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത്താണ് ഞാൻ എന്നും ഇടുന്ന വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ഷെയറൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും എല്ലാം ചെയ്യുക കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ റാലി ഇവിടെ അടുത്തെത്താനായിക്കണ്. അപ്പോൾ നമ്മളെ ചുറ്റുവട്ടത്തിലെ കുട്ടികളും പെണ്ണുങ്ങളാളും ഒക്കെ നമ്മളെ ഇവിടേക്ക് ഒത്തുകൂടും കേട്ടോ. ഇവിടെ കൂടുന്ന ഇത്ര അടുത്തുള്ളവരൊക്കെ ഇവിടേക്ക് കൂടും. അല്ലാതെ ഇതിൻ്റെ നേരെ തൊട്ടൊരു സ്ഥലത്തും കൂടി അങ്ങനെ ഉണ്ട്. അങ്ങനെ ഓരോരോ ഏരിയ ആക്കിയാണ്ട് കേട്ടോ ആളുകൾ നിൽക്കുക. അവിടേക്ക് വരും. അപ്പോൾ നമ്മളിവിടെ കുറേ വീടുകളുണ്ട്. അപ്പോൾ ഓലൊക്കെ എല്ലാവരും ഇവിടേക്കാണ് ഒത്തുകൂടും കേട്ടോ. അപ്പോൾ അതാ നമ്മളെ റാലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് അനൗൺസ്മെൻറ്റ് ചെയ്യണ വണ്ടിയും ഉസ്താദുമാരുമാണ് മുമ്പിൽ വരിക. പിന്നെ അതിൻ്റെ ബാക്കിൽ നമ്മളെ കുട്ടികൾ, പിന്നെ കാരണവന്മാർ, അതേപോലെ അതിൻ്റെ ബാക്കിൽ നമ്മളെ പൂർവ്വ വിദ്യാർത്ഥികൾ, പിന്നെ നമ്മളെ എല്ലാവരും അങ്ങനെ നാട് മൊത്തം സഹകരിച്ചും വലിയൊരു റാലി തന്നെ ആയിരിക്കും കേട്ടോ. ഇവിടെ എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ പായസം വെച്ച വീടിനെ ചാരി ഒരു വീടുണ്ട്. ആ വീട്ടിലെ കാക്കേനും ഈ പായസ പരിപാടിയാണെങ്കിലും ഇവിടെ വെച്ച് കൊടുക്കുന്ന സംഭവത്തിൽ കൂടുതലും എല്ലാത്തിലും മുന്നിട്ടിറങ്ങിയ ഒരാളാണ്. അത് പെട്ടെന്ന് വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങണോടുകൂടെ കുഴഞ്ഞ് വീണ് മരിച്ചു കേട്ടോ. അപ്പോൾ ഈ നബിദിനത്തിൻ്റെ ഇതിൽ നമ്മളിങ്ങനെ എല്ലാം ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ അതിനെ ഓർമ്മ വരികയാണ്. അപ്പോൾ എല്ലാവരും പിന്നെ പ്രാർത്ഥിച്ച അതിൻ്റെ ആഖിറം വെളിച്ചാക്കാൻ വേണ്ടി. അപ്പോൾ ഇതാ റാലി നമ്മളെ പടിക്കെത്തിട്ടോ.
ഇനി നമ്മൾ ഇവിടുന്ന് കുട്ടികൾക്ക് പായസവും മുട്ടായിയും ഇവിടെ ബിസ്ക്കറ്റും അങ്ങനെ പലതും കൊടുക്കുന്നുണ്ട് പായസത്തിൻ്റെ പുറത്ത്. അതെല്ലാം ഇവിടുന്ന് കൊടുക്കും. എന്നിട്ട് നമ്മളെ ഇവിടെ വെച്ച് ഒരു ദഫ് ഇവിടുന്ന് കളിച്ചു കേട്ടോ. ഈ മുമ്പിൽ പോണത് ഫ്ലവർ ഷോ കുട്ടികളാട്ടോ. അപ്പം അങ്ങനെ ഓലെ ഇവിടുന്ന് കുറച്ച് മുമ്പ് നിർത്തിയിട്ട് ഇവിടെ ഈ റോട്ടുമ്മ വെച്ചങ്ങാണ്ട് തന്നെ ഒരു സ്റ്റെപ്പ് പിന്നെ ദഫ് കളിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ പായസം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പായസം കുടിച്ച് നല്ല ജനമുണ്ട് കണ്ടോ, ഇഷ്ടം പോലെ ആളുണ്ട്. പിന്നെ ഇവർ പായസം കുടിച്ച് കഴിയുന്നത് വരെയാണ് ഇപ്പോൾ ഈ വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ ഓല പായസം കൂടിയൊക്കെ ഏകദേശം തയ്യാറായിക്കണ്. അപ്പം ഇനി ഇവിടെ വെച്ച് ഇതിൽ ഒരുപാട് ആളെ ഒരുപാട് വർഷത്തിന് ശേഷം കണ്ടു നോക്കുമ്പോൾ കുറേ ആൾക്കാരൊപ്പം പഠിച്ച പോലെയൊക്കെ കണ്ട അറിയാതെ ഇരിക്കണം കേട്ടോ. അത്ര ഇവിടെ ഇന്നിപ്പോൾ ഇവിടെ കൂടി നോക്കുമ്പോൾ നമ്മൾ പണ്ട് കണ്ട ഒരുപാട് ആളെ കാണാൻ സാധിച്ചു കേട്ടോ. അങ്ങനെ ഇനി നമ്മളിവിടെ ദഫാണ്. ദഫ് കാണാൻ നിൽക്കണേ നമ്മളെ പരിസരവാസികളാണ് ഈ നിൽക്കണോലൊക്കെ കേട്ടോ. പിന്നെ 11 മണിക്കാണ് അന്നദാനം. നമുക്ക് ടോക്കനാണ്. അപ്പം അത് പിന്നെ പോയി വാങ്ങിയാൽ മതി. ഇത് 8 മണി 9 മണി 10 മണിൻ്റെ ഉള്ളിലായിട്ട് നമ്മളെ മദ്രസ തന്നെ തിരിച്ചെത്തും കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവരും അവിടെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. ദഫ് കളിച്ചിന് ഒരു ഷോർട്സ് ഞാൻ ഇട്ടിക്കണം കേട്ടോ. ഷോർട്സിൽ കയറിങ്ങാണ്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മളെ കുട്ടികൾക്ക് നമ്മളിങ്ങനെ ജാഥ വരുന്ന സമയത്ത് നമ്മളെ പഠിക്കല്ലോല് ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ചാനോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാണ്ട് നീർച്ചട്ടോലോ കുട്ടികൾ ചില കുട്ടികൾക്ക് വേണ്ടിയാണ്ടൊക്കെ നീർച്ചട്ടോലൊക്കെ എന്ത് ചെയ്യും, പിന്നെ നോട്ടുമാല ഇട്ട് കൊടുക്കും. അപ്പം നമ്മളെ പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഇവിടെ ഉള്ള വല്ല കുട്ടികളും ഈ പിന്നെ ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടീൻ്റെ പേര് പറഞ്ഞ് ആ കുട്ടീൻ്റെ കൗത്തിലാണ് നമ്മളെ ആ ഭാഗത്തിലെ നോട്ടുമാല ഇടുക കേട്ടോ. അങ്ങനെ ഓരോ ഭാഗത്തുനിന്നും കിട്ടും. പിന്നെ അത് ലാസ്റ്റ് ഓൾക്ക് ഷെയർ ചെയ്ത് എല്ലാവർക്കും കൂടി കൊടുക്കുകയും ചെയ്യാം കേട്ടോ. നമ്മളവിടെ നിന്ന് ഉണ്ടായിരുന്നു ഒരു നോട്ടുമാല ഉണ്ടായിരുന്നു കുട്ടികൾക്ക് കേട്ടോ. അപ്പോൾ അതാ പായസം കൂടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ ബക്കറ്റും കൊണ്ട് വരുവല് നമ്മൾ ആരെങ്കിലുമൊക്കെ 10 രൂപ 20 രൂപ ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാൻ അങ്ങനെയൊക്കെ ഇവിടെ എന്നും ഉണ്ടായാലുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ്. മുട്ടായികളും കുട്ടികൾ കയ്യിലൊക്കെ കണ്ടോ കീസുകൾ, ഇതിലൊക്കെ മുട്ടായി നിറയും കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ റബീഉൽ അവ്വൽ വീഡിയോ തന്നെയാണ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുവരെ കണ്ടോൽക്കും എല്ലാവർക്കും നന്ദിയുണ്ട്. ആദ്യത്തെ വീഡിയോസ് കണ്ടോൽക്കും ഒക്കെ നന്ദിയുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ അസ്സലാമു അലൈക്കും.